ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ തോൽവിക്ക് പിന്നാലെ തന്നെ അവർക്ക് പുതിയൊരു ഡേവിഡ് കാറ്റിലെ മാറ്റി പുതിയൊരു നിയമനം അവർ വീണ്ടും നടത്തിയിരിക്കുകയാണ്. അത് സ്പെയിനിൽ നിന്ന് തന്നെയാണ്. ഒരു ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറയുന്ന ബംഗളൂരു എഫ് സിയിലെയൊക്കെ പുതിയ പഴയൊരു കോച്ചായിരുന്നു ഈ ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറയുന്ന താരം. ആ ഒരു ഹെഡ് കോച്ചിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ടീമിലേക്ക്, അല്ലെങ്കിൽ അവരുടെ മൊത്തം കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറയാം. കാരണം ഡേവിഡ് കാറ്റല കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിച്ച അത്രയും ഒരു ഫോമിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഡേവിഡ് കാറ്റല എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും സംശയത്തിൻ്റെ നിഴൽ മാത്രമാണ്. കാരണം താരത്തിനൊരു ഇത്രയും മത്സരങ്ങൾ കളിച്ചു, 5 തോൽവി, 1 സമനില, അങ്ങനെയൊക്കെയുള്ള രീതി ഒരു ജയം പോലും കണ്ട് ഒരു എക്സലൻ്റ് ടീമിനെ കണ്ടുപിടിക്കാൻ കഴിയാതെ ഭയങ്കര ബുദ്ധിമുട്ടിയ ഒരു കോച്ച് തന്നെയാണ് ഈ ഡേവിഡ് കാറ്റല. കാരണം നമുക്ക് ഒരു കോച്ചിനെ ഒരു കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം മാനേജ്മെൻറ്റിൻ്റെ തന്നെ കാരണം നല്ലൊരു താരങ്ങളെയോ അല്ലെങ്കിൽ നല്ലൊരു ടീമിനെ ഒപ്പിച്ചു കൊടുക്കേണ്ടത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ചുമതലയാണ് എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ഒരു ഒടേൻ്റെ ഒരു ചുമതലയാണല്ലോ മറ്റ് വരുന്നവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO ആയിക്കഴിഞ്ഞ കലരിസ് ആയാലും പിന്നെ അഭിക് ചാറ്റർജി ആയാലും എല്ലാം ചെയ്യുന്നത് പൊട്ടത്തരം എന്ന് തന്നെ വിഷയം പറയാൻ കഴിയും. കാരണം കൊണ്ടുവരുന്ന ഒന്നും നിൽക്കുന്നില്ല, അല്ലെങ്കിൽ കൊണ്ടുവരുന്നതിനൊന്നും സ്റ്റെബിലിറ്റി ഇല്ലാതെ എല്ലാം പോകുന്ന ഒരു രീതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കണ്ടുവരുന്നത് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും കേട്ടോ. അതാണിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു കോച്ചിനെയാണ് തങ്ങളുടെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മൾ ബംഗളൂരു എഫ് സിയിലൂടെയും നമ്മുടെ ATKയിലൊക്കെ പിന്നെ മദർപൂൾ അങ്ങനെയുള്ള ബ്ലാക്ക് അങ്ങനെയൊക്കെയുള്ള പല ടീമുകളൊക്കെ പരിശീലിപ്പിച്ച് അസിസ്റ്റൻറ്റ് കോച്ചായാലും മാനേജറായാലും എല്ലാം റോളും കൈകാര്യം ചെയ്തു വരുന്നൊരു കോച്ചാണ് ഈ ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറയുന്നൊരു ദേഹം. ഓക്കെ, താരം 49 വയസ്സുകാരനാണ്. അത്യാവശ്യം മികച്ചൊരു ഫോമുള്ളൊരു താരം തന്നെയാണ് ഈ ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറയുന്ന താരം. 4-4-2 ആണ് തങ്ങളുടെ താരത്തിൻ്റെ ആ ഒരു രീതി. താരവും കളിച്ച സമയത്ത് ഒരു CB സെൻറ്റർ ബാക്ക് എന്ന റോളിൽ തന്നെയാണ് താരം കളിച്ചെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഡിഫൻസ് പരമായ കാര്യങ്ങളിലും ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. സ്ട്രൈക്ക് സോണിലായാലും എല്ലാം ഒരു പ്രശ്നം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സംശയം പറയാൻ കഴിയും കേട്ടോ. അതാണ് പറഞ്ഞു വരുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ പുതിയൊരു കോച്ചിനെ അവർ ആരാധകർ മുമ്പിലേക്ക് അണിനിരത്തുന്നത് എന്ന് തന്നെ പറയാൻ കഴിയും. ആഷ്ലി വെസ്റ്റ്വുഡ് ഒക്കെ 49 വയസ്സുകാരനാണ്. ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടുകാരനാണ് കേട്ടോ താരം. പിന്നെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഈ ഒരു സീസൺ ജോയിൻ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് കിറ്ററിങ് എന്ന് പറയുന്നൊരു കോച്ച് ഒരു ടീമിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഹെഡ് കോച്ചായി പ്ലെയർ കോച്ചായിട്ടാണ് താരം നിന്നിട്ടുള്ളത്. പിന്നെ വേറൊരു ക്ലബ്ബ്, പിന്നെ ബ്ലാക്ക് പൂള്, പിന്നെ അവസാനം 2013-14 സീസണിൽ ബംഗളൂരു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കോച്ചായിട്ട് തന്നെ കേരള ഒരു ആഷ്ലി വെസ്റ്റ്വുഡ് നിന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇംഗ്ലീഷ് പ്രൊഫഷണൽ ഫുട്ബോൾ മാനേജരും മുൻ കളിക്കാരനുമാണ് ഇദ്ദേഹം. പിന്നെ സൂപ്പർ ലീഗ് ക്ലബ്ബായ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലനം, പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ അക്കാദമിയിൽ നിന്ന് ബിരുദം നേടിയ പ്രതിരോധ താരം. 1995 ക്രൂ അലക്സാണ്ടറുമായി ക്ലബ്ബ് ഒപ്പിട്ടു എന്നാണ് ഈ ഒരു നമുക്ക് വായിച്ച് മനസ്സിലാക്കി നമുക്ക് പറയാൻ കഴിയുന്നത്. ഇത്രയേ ഉള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു കോച്ചിനെ, തങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാക്കുവാൻ ഒരു പുതിയൊരു കോച്ചിനെ അവർ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. എന്തുവായി തീരുമെന്ന് നമുക്കറിയത്തില്ല. കഴിഞ്ഞ മാച്ച് ഹൈദരാബാദ് പുതിയൊരു ഡൽഹി സ്പോർട്ടിങ് അവരുമായിട്ട് തോറ്റു. അത് കോച്ച് വന്നേ പിന്നെയാണ് എല്ലാം നമുക്ക് കണ്ടറിയാം എന്തുവായി തീരും, എങ്ങനെയായി തീരുമെന്നും. അടുത്ത മാച്ച് ബംഗളൂരുമായിട്ടാണ്, അവരുടെ ഹോമിലാണ്. എല്ലാം നമുക്ക് വിശദമായിട്ട് അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. അന്നേരം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു കുറവും പിന്നെ താരങ്ങൾ വന്ന ഒരു കോച്ചിനെ കുറിച്ച് നിങ്ങൾ മുമ്പിലേക്ക് ഒന്ന് എത്തിക്കണം. ഒരു തവണ എത്തിച്ചെന്ന് തോന്നുന്നു, ഇട്ടില്ല. അന്നേരം ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അന്നേരം ഇത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.